JEE മെയിൻ 2024 ഫേസ് 1 30th ജാനുവരി സെക്കൻഡ് ഷിഫ്റ്റിൽ നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ ചെയ്യുന്നത്. നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് x plus y plus z equal to 5, x plus 2y plus lambda square z is equal to 9, x plus 3y plus lambda z is equal to mu, where lambda and mu are real numbers, then which of the following are not true? താഴെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയല്ലാത്തത് എന്നാണ് ഇവിടുത്തെ ചോദ്യം. ക്വസ്റ്റ്യൻ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് ആണ്. അതിനകത്ത് സെക്കൻഡ് ഇക്വേഷനിൽ സെഡിൻ്റെ കോഎഫിഷ്യൻറ്റിൽ ഒരു ലാംഡ സ്ക്വയർ അൺനോൺ ഉണ്ട്, അതുപോലെ ഇവിടെയും ഒരു ലാംഡ ഉണ്ട്. പിന്നെ തേർഡ് ഇക്വേഷൻ്റെ RHSലെ വാല്യൂ മ്യൂ എന്ന് പറയുന്ന ഒരു അൺനോൺ വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ ഈ ലാംഡയ്ക്കും മ്യൂക്കും പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്തൊക്കെയാണെന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ഡിറ്റർമിനൻസ് ആണ് ഇവിടെ യൂസ് ചെയ്യേണ്ടത്. ക്രാമേഴ്സ് റൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഡെൽറ്റ, ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ സെറ്റ് എന്നൊക്കെ പറയുന്ന 4 ടൈപ്പ് ഡിറ്റർമിനൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിൽ ഡെൽറ്റ എന്ന് പറയുന്നത് കോഎഫിഷ്യന്റ് ഡിറ്റർമിനൻ്റ് ആണ്. ദാറ്റ് ഈസ് 1 1 1 1 2 ലാംഡ സ്ക്വയർ. തേർഡ് ഇക്വേഷൻ x plus 3y plus lambda z ആണ്. സോ 1 3 ലാംഡ. ഇതാണ് ഡെൽറ്റ. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാം. ഇത് ഒരു നോൺ സീറോ വാല്യൂ വരുമ്പോൾ നമുക്ക് യുണീക്ക് സൊല്യൂഷൻ ആണെന്ന് അറിയാം. ഈ ഡെൽറ്റ സീറോ ആവുകയാണെങ്കിൽ പിന്നീട് നമ്മൾ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ സെഡ് നോക്കണം. അതുകൂടി സീറോ ആവുകയാണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. ഈ രണ്ട് കേസിലും സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. ലാംഡ സീറോ ആവുന്നു, ഡെൽറ്റ സീറോ ആവുന്നു, പക്ഷേ ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ സെഡ് സീറോ അല്ലെങ്കിൽ അവിടെ നമുക്ക് സൊല്യൂഷൻസ് ഒന്നും ഉണ്ടാവില്ല. നോ സൊല്യൂഷൻ എന്നാണ് നമ്മൾ പറയുക. അതിനെയാണ് നമ്മൾ സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയുക. അപ്പോൾ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ഇവിടെ ശരിയാവുന്നത്? നോട്ട് കറക്റ്റ് ആണ് ചോദ്യം, അതുകൊണ്ട് ശരി അല്ലാത്തത് ഏതാണെന്നാണ് ഇവിടെ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഇനി നമുക്കിവിടെ ഈ ഡെൽറ്റൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ ഇവിടെ വളരെ സിമ്പിളായിട്ട് ഫസ്റ്റ് റോ ഉപയോഗിച്ച് ഡിറ്റർമിനന്റ് എക്സ്പാൻഡ് ചെയ്യാണ്. സോ 1 into 2 ലാംഡ മൈനസ് 3 ലാംഡ സ്ക്വയർ മൈനസ് 1 into ഫസ്റ്റ് റോ സെക്കൻഡ് കോളം റിമൂവ് ചെയ്താൽ ലാംഡ മൈനസ് ലാംഡ സ്ക്വയർ plus 1 into, let us remove first row and third column, so 3 minus 2 is simply 1. Bracket എല്ലാം സിമ്പിൾ ആയിട്ട് ഓപ്പൺ ചെയ്താൽ minus 3 lambda square plus lambda square is minus 2 lambda square. Lambda 2 lambda minus lambda is plus lambda. Constant terms plus 1. ഇത് 0 ആവുന്നിടത്ത് 2 lambda square minus lambda minus 1 equal to 0 എന്ന് എടുക്കാം. നമുക്ക് ത്രൂ ഔട്ട് നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. നമുക്കിതിനെ വളരെ ഈസി ആയിട്ട് ഫാക്ടറൈസ് ചെയ്യാം. യു ക്യാൻ സജസ്റ്റ് 2 numbers, their sum is -1 and product is AC അഥവാ -2. അങ്ങനെ വരുന്ന രണ്ട് നമ്പേഴ്സ് -2 ഉം 1 ഉം ആണ് എന്ന് ഒറ്റയടിക്ക് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. സോ ദിസ് ഇസ് 2 ലാംഡ സ്ക്വയർ മൈനസ് 2 ലാംഡ പ്ലസ് ലാംഡ മൈനസ് 1 ഇസ് ഈക്വൽ ടു 0. ലെറ്റ് us take common factors from first two terms. അപ്പോൾ 2 ലാംഡ into ലാംഡ മൈനസ് 1 പ്ലസ് അഗെയിൻ ലാംഡ മൈനസ് 1 ഈക്വൽ ടു 0. Now the newly formed common factor is ലാംഡ മൈനസ് 1. നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ക്വസ്റ്റ്യനിലും ചെയ്യുന്ന പരിപാടി തന്നെയാണത്. അത് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചെയ്യുന്നതേ ഉള്ളൂ. So 2 lambda plus 1 is equal to 0. So lambda can be 1 or minus 1 by 2. അപ്പോൾ ലാംഡ 1 ഓ മൈനസ് 1 by 2 വരുവാണെങ്കിൽ ഡെൽറ്റ 0 ആവുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ലാംഡ 1 ഉം മൈനസ് 1 by 2 അല്ല എന്നുണ്ടെങ്കിൽ ഡെൽറ്റ നോൺ സീറോ ആണ്. അവിടെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവും. അവിടെ യുണീക്ക് സൊല്യൂഷൻ ആണ്. യുണീക്ക് സൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ സിസ്റ്റം ഉറപ്പായിട്ടും കൺസിസ്റ്റന്റ് ആണ്. ലാംഡ 1 ഓ മൈനസ് 1 by 2 ആവുന്ന സമയത്ത് ഡെൽറ്റൻ്റെ വാല്യൂ, ഈ രണ്ട് വാല്യൂസിലും ഡെൽറ്റ ഈക്വൽ ടു 0 ആണ്. അതായത് സിസ്റ്റം ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനിലേക്കും നോ സൊല്യൂഷനിലേക്കും പോകാൻ സാധ്യതയുണ്ട്. അതായത് കൺസിസ്റ്റന്റ് ആവാനും ഇൻകൺസിസ്റ്റന്റ് ആവാനും സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഡെൽറ്റ എക്സ്, ഡെൽറ്റ വൈ, ഡെൽറ്റ സെഡ് ഏതെങ്കിലും ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ ഏറ്റവും കംഫർട്ടബിൾ എന്ന് പറയുന്നത് ഇവിടെ ഡെൽറ്റ സെഡ് ആണ്. കാര്യം ഈ ലാംഡ സ്ക്വയർ ഉള്ളത് കോഎഫിഷ്യന്റ് ഓഫ് സെഡ് ആയിട്ടാണ്. ഡെൽറ്റ സെഡ് എടുക്കുമ്പോൾ മ്യൂ മാത്രമുള്ള ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. സോ ദിസ് ഇസ് ഒബ്റ്റൈൻഡ് ബൈ റീപ്ലേസിംഗ് ദ കോഎഫിഷ്യൻസ് ഓഫ് സെഡ് ബൈ ദി കോൺസ്റ്റന്റ് ടേം ഇൻ RHS. സോ 1 1 1 1 2 3 constant term in RHS are 5 9 and mu. ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. അഗെയിൻ നേരത്തെ പോലെ ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യാം. സോ 1 into 2 mu minus 27 minus 1 into, let us remove first row and second column, mu minus 9 plus 5 into, let us remove first row and third column, so 3 minus 2 1 തന്നെയാണ്. അതായത് this is equal to 2 mu minus mu is simply mu. Minus 27 plus 9 is minus 18. Minus 18 plus 5 is minus 13. ഇതാണ് നിങ്ങൾ ഡെൽറ്റ സെഡ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ സെഡിൻ്റെ വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഡെൽറ്റ സെഡ് ഈക്വൽ ടു 0 ഇംപ്ലൈസ് മ്യൂ മൈനസ് 13 ഈക്വൽ ടു 0 അഥവാ മ്യൂ ഈക്വൽ ടു 13. ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് കാര്യങ്ങൾ പറയാം. ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 1 ഓർ മൈനസ് 1 by 2 അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു 1 ആൻഡ്
ഡെൽറ്റ നോട്ട് ഈക്വൽ ടു -1/2. ഇത് രണ്ടും അല്ലെങ്കിൽ യുണീക്ക് സൊല്യൂഷനാണ്. ഡെൽറ്റ അല്ല ലാംഡ. ഡെൽറ്റ നോട്ട് ഈക്വൽ ടു 0 എന്നതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ലാംഡ നോട്ട് ഈക്വൽ ടു 1, നോട്ട് ഈക്വൽ ടു -1/2. ഇത് രണ്ടും ഒരുമിച്ച് വന്നാൽ യുണീക്ക് സൊല്യൂഷൻ ആണ് അഥവാ കൺസിസ്റ്റന്റ് ആണ്. ലാംഡ ഈക്വൽ ടു 1 ഓർ -1/2 അങ്ങനെ വന്നാൽ ഉടനെ ഡെൽറ്റ 0 ആയി. ആ സമയത്ത് മ്യൂ നോട്ട് ഈക്വൽ ടു 13 വന്നാൽ നോ സൊല്യൂഷൻ ആണ്, അവിടെ ഇൻകൺസിസ്റ്റന്റ് ആണ്. അടുത്തത് ലാംഡ ഈക്വൽ ടു 1 ഓർ -1/2 അങ്ങനെ വന്നാൽ ഉടനെ ഡെൽറ്റ 0 ആയി. ഇനി മ്യൂ ഈക്വൽ ടു 13 കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻ ആണെങ്കിലും സിസ്റ്റം ബേസിക്കലി കൺസിസ്റ്റന്റ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ സിസ്റ്റം കൺസിസ്റ്റന്റ് ആണ്. അപ്പോൾ യുണീക് സൊല്യൂഷനിലും സിസ്റ്റം കൺസിസ്റ്റന്റ്, ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷനിലും സിസ്റ്റം കൺസിസ്റ്റന്റ്. സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആവുന്ന ഒരേ ഒരു കേസ് നോ സൊല്യൂഷൻ മാത്രമാണ്. അത് ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഓപ്ഷൻസ് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ 4ാമത്തെ ഓപ്ഷനിലാണ് ഈ നോട്ട് കറക്റ്റ് കിട്ടുക. സിസ്റ്റം ഹാസ് യുണീക്ക് സൊല്യൂഷൻ ഇഫ് ലാംഡ നോട്ട് ഈക്വൽ ടു 1 ആൻഡ് മ്യൂ നോട്ട് ഈക്വൽ ടു 13 എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ലാംഡ നോട്ട് ഈക്വൽ ടു 1, മ്യൂ നോട്ട് ഈക്വൽ ടു 13 എന്ന് കാണുമ്പോൾ പെട്ടെന്ന് ഈ ഓപ്ഷൻ കറക്റ്റ് ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ലാംഡ നോട്ട് ഈക്വൽ ടു 1 ആവുന്ന സമയത്ത് ലാംഡ ഈക്വൽ ടു -1/2 ആവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ലാംഡ ഈക്വൽ ടു -1/2 വരുമ്പോൾ അവിടെ ഡെൽറ്റ 0 ആവുന്നുണ്ട്. മ്യൂ നോട്ട് ഈക്വൽ ടു 13 എന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞതുകൊണ്ട് അവിടെ ഡെൽറ്റ എക്സ് 0 ആവുന്നില്ല. അപ്പോൾ ഇവിടെ വരിക, ഈ കേസിൽ വരിക ഡെൽറ്റ മേ ഓർ മെ നോട്ട് ബി 0. ഡെൽറ്റ 0 ആവാം, 0 ആവാതിരിക്കാം. കാരണം ലാംഡ നോട്ട് ഈക്വൽ ടു 1 എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഡെൽറ്റ 0 ആവുന്നത് ലാംഡ ഈക്വൽ ടു 1 മാത്രമല്ല, ലാംഡ ഈക്വൽ ടു -1/2 കൂടെയാണ്. ആ കേസ് ഇവിടെ കൺസിഡർ ചെയ്യാത്തതുകൊണ്ട് ഓപ്ഷൻ 4 ആണ് ഇവിടെ നമ്മൾ ബബിൾ ചെയ്യേണ്ടത്. 4 ആണ് ഇവിടുത്തെ കീ. ബാക്കി 3 കറക്റ്റ് ആണെന്ന് നോക്കിയാൽ മനസ്സിലാവും. സിസ്റ്റം ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ ഇഫ് ലാംഡ ഈക്വൽ ടു 1 ആൻഡ് മ്യൂ ഈക്വൽ ടു 13. ലാംഡ ഈക്വൽ ടു 1 ആണെങ്കിൽ ഡെൽറ്റ 0 ആണ്, മ്യൂ ഈക്വൽ ടു 13 ആണെങ്കിൽ ഡെൽറ്റ സെഡ് ഈക്വൽ ടു 0 ആണ്. ഉറപ്പായിട്ടും ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. അപ്പോൾ അത് ശരിയാണ്. പക്ഷേ നോട്ട് കറക്റ്റ് ആണല്ലോ ചോദ്യം. അടുത്ത വായിച്ചു നോക്കൂ. സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ് ഇഫ് ലാംഡ ഈസ് ഈക്വൽ ടു 1. ലാംഡ ഈക്വൽ ടു 1 ആകുമ്പോൾ ഡെൽറ്റ 0 ആയി. മ്യൂ നോട്ട് ഈക്വൽ ടു 13 ആകുമ്പോൾ ഡെൽറ്റ സെഡ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ ഡെൽറ്റ 0 ഡെൽറ്റ സെഡ് നോൺ 0 ആകുമ്പോൾ അവിടെ സൊല്യൂഷൻ ഇല്ല. അപ്പോൾ നോ സൊല്യൂഷൻ എന്ന് പറയുന്നത് ശരിയാണ്. നോ സൊല്യൂഷൻ ആവുന്ന സമയത്ത് സിസ്റ്റം ഇൻകൺസിസ്റ്റന്റ് ആണ്. അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റന്റ് ആവുന്നത് നോ സൊല്യൂഷൻ വരുമ്പോൾ മാത്രമാണ്. അടുത്ത സിസ്റ്റം ഈസ് കൺസിസ്റ്റന്റ് ഇഫ് ലാംഡ നോട്ട് ഈക്വൽ ടു 1. ലാംഡ നോട്ട് ഈക്വൽ ടു 1 ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ -1/2 സാധ്യത ഇല്ലെന്ന് തോന്നും. പക്ഷെ കുഴപ്പമില്ല, മ്യൂ ഈക്വൽ ടു 13 ആണ്. മ്യൂ ഈക്വൽ ടു 13 ആയതുകൊണ്ട് തന്നെ അവിടെ ഡെൽറ്റ സെഡ് ഈക്വൽ ടു 0 ആണ്. ഇനി ഡെൽറ്റ നോൺ 0 ആണെങ്കിൽ അവിടെ യുണീക് സൊല്യൂഷനും, ഡെൽറ്റ 0 ആണെങ്കിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ്. എങ്ങനെ പോയാലും ആ സിസ്റ്റം കൺസിസ്റ്റന്റ് ആവും. അതുകൊണ്ട് ആദ്യത്തെ 3 ഓപ്ഷൻ ശരിയാണ്. 4ാമത്തെ ഓപ്ഷനും കാണുമ്പോൾ പെട്ടെന്ന് ശരിയാണെന്ന് തോന്നും. അപ്പോൾ ലാംഡ നോട്ട് ഈക്വൽ ടു 1 ആയതുകൊണ്ട് മാത്രം കാര്യമില്ല, നോട്ട് ഈക്വൽ ടു -1/2 ആണെന്ന് കൂടെ മനസ്സിലായാലേ നമുക്ക് യുണീക് സൊല്യൂഷൻ ആണെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അതാണ് കാര്യം. So that's all about first question.